So what is happening? എന്താണ് ഇവിടെ? Very excited. Finally ഓർമ്മയുണ്ടോ നമ്മൾ ബിഗ് ബോസ് സീസൺ 7ന്റെ 100th ഡേനെ പറ്റി we were talking. Yes. And today is the day. I'm so happy. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, പ്രൗഡാണ്. ഈ പറഞ്ഞ പോലെ ഇത്ര ദിവസത്തെ ഒരു വലിയൊരു ജേർണി കംപ്ലീറ്റ് ആവാറായി. വെരി വെരി എക്സൈറ്റഡ്. ജിസേൽ ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഇത്ര നാളും കാത്തിരുന്ന ആ 100 ദിവസത്തിന് വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ ഒരാൾ കപ്പ് ഉയർത്തിയേക്കുവാണ്. അപ്പൊ അത് ആരാണെന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ എല്ലാവരും. ഏകദേശം നമുക്ക് കുറെ അധികം സൂചനകളും ക്ലൂകളും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം അനുമോളാണോ നമുക്ക് അനീഷാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് നമ്മൾ ഇന്ന് ഉറ്റുനോക്കുന്നത്. അപ്പൊ ഏകദേശം നമുക്ക് ഓരോരുത്തർക്കും ക്ലൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നാണ് ഇതുവരെ ഒരു കാര്യങ്ങളും ലീക്ക് ഔട്ട് ആയിട്ടില്ല. ഇന്ന് ആരുടെ കൈയായിരിക്കും ലാലേട്ടൻ പിടിച്ചുയർത്തുന്നത് എന്നുള്ള ഒറ്റ ചോദ്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പം എല്ലാവരും എന്റെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക, കാരണം നമ്മൾ ഇതിലൂടെ ആ ക്ലൂ പുറത്തു വിടുന്നുണ്ട്. അപ്പം ഇന്നലെ ഉണ്ടായ ക്ലാഷും സംഭവമൊക്കെ അറിയാലോ, നമ്മുടെ തൊപ്പി നമ്മുടെ അഖിൽമാരാറുമായിട്ടുള്ള പരിപാടിയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരുവിളികളും പിന്നെ തുടർന്നുള്ള ലൈവും തൊപ്പിയുടെ ലൈവും പിന്നെ അനീഷിന് വോട്ട് കയറിയതും എല്ലാം നമ്മൾ കണ്ടതാണ്, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. പക്ഷെ അതിന്റെ എല്ലാം ഒരു ഇമ്പാക്ട് ഓരോരുത്തർക്കും അതിന് നടന്നിട്ടുണ്ടായിരുന്നു. ബൾക്കായിട്ട് വോട്ട് കയറിയും അങ്ങനെ കുറെ പരിപാടികളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. ഫൈനലി നമുക്കൊരു വിന്നറിനെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ വിന്നർ ആരാണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും. അപ്പൊ നമുക്ക് വിന്നറിനെ ആ ഒരു ഇതിലോട്ട് കിടക്കുന്ന മുമ്പ് നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്. വിന്നർ ആരായിരുന്നാലും ഇവിടെ നമുക്ക് പി ആർ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവം. പക്ഷെ അനുവാണ് ഇവിടെ വിന്നർ ആവുകയാണെങ്കിൽ, അനുമോൾ ആവുകയാണെങ്കിൽ ശരിക്കും ഞാൻ പറയും വിനു ആണല്ലോ നമ്മുടെ അനുവിന്റെ പി ആർ. പക്ഷെ അത് നേരെ തിരിച്ചു പറയേണ്ടി വരും. കാരണം അനു കാരണം ഒരു ഫേമസ് ആയ വ്യക്തിയാണ് വിനു എന്ന് പറഞ്ഞത്. ശരിക്കും വിനുവിന്റെ പി ആർ ആണ് അനു എന്ന് നമുക്ക് മാറ്റി പറയേണ്ടി വരും. അപ്പൊ അതുപോലെ തന്നെ പി ആർ ഇവിടെ എക്സ്പോസ് ആയിരിക്കണം. മറിച്ച് അനീഷ് ആയിരിക്കുമോ? അനീഷ് ആണെങ്കിലും അനീഷിന് മോശമല്ല, നല്ല ഒരു പി ആർ വർക്ക് തന്നെ അനീഷിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. നല്ല ബുദ്ധിയോടെയാണ് അനീഷിന്റെ പി ആർ വർക്കുകൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഫസ്റ്റ് ഡേ മുതൽ നമ്മുടെ അനുവിനേല് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്താണ് ഏഷ്യാനെറ്റ് ഇത്രയും വലിയ ഇതുവരെ എത്തിച്ചത്. അപ്പൊ ഓരോ തവണയും അവളെ ഡീഗ്രേഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ മനസ്സിലോട്ട് അവളിങ്ങനെ കയറി പോവുക തന്നെയായിരുന്നു. അപ്പം പിന്നെയും നമുക്ക് കൺഫ്യൂഷൻ ആണ്. എന്നാൽ പോലും ആരായിരിക്കും വിന്നർ എന്ന്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ വിനു പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് അനുമോളുടെ പി ആർ ആയ വിനു പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് സബ്ജക്റ്റിലോട്ട് പോകാം. അയാൾ അവിടെ എടുക്കുന്ന പോലെ അയാളുടെ കണ്ടന്റ് പുറത്തുവിടാനാണ് അയാൾ അത്രയും. ഇപ്പോൾ ബിക്കോസ് അനുമോൾ എന്ന ആൾ ചെറിയ പൈസയ്ക്ക് ആയിരിക്കും അവിടെ കയറിയിരിക്കുന്നത്, അത്യാവശ്യം ഡീസൻറ്റ് പേയ്മെന്റിൽ കയറിയിരിക്കുന്നത്. അത്രയും പേയ്മെന്റ് വാങ്ങി അതിൻ്റെ ഉള്ളിൽ കയറുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള കണ്ടന്റ് അവർ തരുമെന്ന് ഉറപ്പ് ആ ചാനലുണ്ട്. അത്രയും കാശ് വാങ്ങി അവിടെ നിൽക്കുന്ന ഒരാളെ മാക്സിമം അവരെ പിഴിഞ്ഞ് അവരുടെ കണ്ടന്റ് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ജോലി അവരും ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഒരു പി ആർ ഇല്ലെങ്കിൽ പോലും അനുമോളുടെ കണ്ടന്റ് പുറത്തു വരും. പക്ഷേ സീരിയൽ ചെയ്തോ അതിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പം ഇതെല്ലാം പുള്ളിക്കാരി ഓർഗാനിക്കലായിട്ട് ഉണ്ടാക്കിയ ഒരു റീച്ചാണ്. ആ ഓർഗാനിക് റീച്ച് ഒരു പി ആർ സ്റ്റണ്ട് വഴി ഉണ്ടായതല്ല. അത്രയും റിയൽ ഫാൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അനുമോൾ ഇപ്പോഴും സർവൈവ് ചെയ്യുന്നത്. ഒരു പി ആർ ഫാൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു പെയ്ഡ് ഫാൻസ് ആണ്. അപ്പൊ ശരി, ഇതായിരിക്കും വാസ്തവം. അനു ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പി ആർ കൊണ്ട് മാത്രം ജയിച്ചൊരു വ്യക്തി എന്ന ഒരു നല്ലൊരു ബുള്ളിങ് നേരിടേണ്ടി വരും അനു. അപ്പം എനിക്ക് പറയാനുള്ളത്, ഒരു പി ആറിന്റെ ബലത്തിൽ മാത്രം ആരും അവിടെ കപ്പടിച്ചുകൊണ്ട് പോകത്തില്ല. അവിടെ എന്തെങ്കിലും കോണ്ടന്റ് കൊടുക്കണം. അപ്പൊ സെയിം നമുക്ക് പറയാനുള്ളത് ശൈത്യയുടെയും പി ആർ ഈ വിനു തന്നെയാണ്. എന്തുകൊണ്ട് ശൈത്യക്ക് പുറത്തു പോകേണ്ടി വരുന്നു? 36 ദിവസമായിട്ട് എന്തുകൊണ്ട് പുറത്തു പോകേണ്ടി വന്നു? ശൈത്യ അവിടെ കോണ്ടന്റ് കൊടുത്തിരുന്നില്ല. പക്ഷെ അനു അങ്ങനെയല്ല, കോണ്ടന്റ് കൊടുത്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ അവള് ഡിസർവിംഗ് ആയിരുന്നു. അപ്പൊ ഫൈനൽ 5 ആയിട്ട് വന്നേക്കുന്ന ഈ 5 പേരും ഡിസർവിംഗ് തന്നെയുള്ള ആൾക്കാർ തന്നെയാണ്. ആരും മോശമൊന്നും അല്ല. പക്ഷെ അതിൽ ഒരാൾക്ക് മാത്രമേ കപ്പടിക്കാൻ പറ്റുള്ളൂ. അതാരെന്നുള്ള ഒരു ചോദ്യമാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ വിനുവിന്റെ നമുക്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത ഒരു ഇതുണ്ടായിരുന്നു, തൊപ്പിയുടെ ഒരു ക്യാപ്പിന്റെ പിക്ക് വെച്ചിട്ട് അവിടെ 3G എന്ന് എഴുതിയത്. അപ്പൊ നമുക്ക് ഇന്നലെ നടന്ന ഒരു ക്ലാഷ് അറിയാം. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊപ്പി സപ്പോർട്ട് ചെയ്തിരുന്നത് തീർച്ചയായിട്ടും ആരെയാണ്? അനീഷിനെയാണ്. അപ്പം വിനു ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ, വിനുവിന് എന്തെങ്കിലും ഒരു മെസ്സേജ് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയുള്ളൂ. അങ്ങനെ അർത്ഥം അവിടെ ആരായിരിക്കും നമ്മുടെ വിന്നർ? അപ്പം മനസ്സിലായില്ലേ? അങ്ങനെ അതുപോലെ തന്നെ അഖിൽമാരാർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് നമ്മുടെ അനുമോളെയാണ്. അപ്പം
അതിന്റെ ഒരു ഇമ്പാക്റ്റും ഇന്നലെ കണ്ടതാണ് നമ്മൾ, അതിന്റെ എല്ലായിടത്തും വെച്ച് റിയാക്ട് ചെയ്തതാണ്. അപ്പം ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇതാണ് നമ്മുടെ അഖിൽമാരാറുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ്. വൈകിട്ട് 10 മണിക്ക് നമുക്ക് ലൈവിൽ കാണാം എന്നൊക്കെ പറഞ്ഞ ഒരു വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാറ്റസ് സ്റ്റോറി ഒക്കെ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ആരായിരിക്കും വിന്നർ. ഇനി അനീഷ് ആയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഡിസർവിംഗ് തന്നെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പൊ അനീഷ് ആകുമായിരുന്നു, വിന്നർ ആകുമായിരുന്നു. പക്ഷെ ലാസ്റ്റ് 2 ആഴ്ച പുള്ളിയുടെ സ്ട്രാറ്റജി, ആ ലവ് കോംബോ അതൊന്നും ആ സമയത്ത് പറയില്ലായിരുന്നു, ഒരു പക്ഷെ അനീഷ് ആകുമായിരുന്നു. പിന്നെ റീ എൻട്രി സമയത്ത് പുള്ളിയെ കാണാൻ പോലും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ അനുവിനെ സപ്പോർട്ട് ചെയ്തൊന്നും പറയുന്നത് കണ്ടിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എന്നാണേലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരായിരിക്കും, ആരുടെ കൈ പിടിച്ചായിരിക്കും ലാലേട്ടൻ ഉയർത്തുന്നത്. അപ്പം ഞാൻ ഇന്നിവിടെ പറഞ്ഞത് ഏകദേശം ചെറിയ ക്ലൂ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്, എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ച ആളായിരിക്കും വിന്നർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം PR കൊണ്ട് എനിക്ക് വീണ്ടും ഇതിനകത്ത് പറയാനുള്ളത്, PR ബലത്തിൽ കൊണ്ട് മാത്രം ഒരാൾക്ക് കപ്പടിക്കാൻ പറ്റില്ല, കണ്ടിന്യൂസ് കോണ്ടന്റ് കൊടുക്കണം. അപ്പം ഹനു കണ്ടിന്യൂസ് കോണ്ടന്റ് കൊടുത്ത ഒരു വ്യക്തിയാണ് എന്നാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു, ആരായിരിക്കും വിന്നർ എന്ന് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.